Hi friends, welcome back to ULTRON MEDIA. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ termux യൂസ് ചെയ്തുകൊണ്ട് mp3 ഫയൽസ് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഏതൊരു ഫയൽ, ഏതൊരു പാക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള അപ്ഡേറ്റും അപ്ഗ്രേഡും ചെയ്യുക. അതിനുവേണ്ടി apt സ്പേസ് അപ്ഡേറ്റ് എന്ന കമാൻഡ് കൊടുത്തതിന് ശേഷം എൻ്റർ അമർത്തുക. ഓക്കെ, അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ apt സ്പേസ് അപ്ഗ്രേഡ് എന്ന കമാൻഡ് കൊടുത്തതിന് ശേഷം എൻ്റർ അമർത്തുക. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വൈ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. ഓക്കെ, ഇപ്പോൾ ഡിഫോൾട്ട് ആക്ഷൻ ഈസ് ടു കീപ്പ് യുവർ കറണ്ട് വേർഷൻ ചോദിക്കുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് n എന്നാണ്, അതുകൊണ്ട് തന്നെ n എന്ന് ടൈപ്പ് ചെയ്യുക. അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് കേട്ടോ. വലിയ അക്ഷരത്തിൽ n എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്തോളാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ട് ഫയൽ കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. ഫിഷ് എന്ന ഫയലാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുവേണ്ടി apt ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അമർത്തുക. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ വൈ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ മെയിൻ ഫയൽ, അതായത് mp3 പ്ലേ ചെയ്യുന്ന ഫയലാണ് mpv പറഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി apt ഇൻസ്റ്റാൾ mpv എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫയൽസും നമ്മളിപ്പോൾ എല്ലാ പാക്കും നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫിഷ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കുറേ ഫയൽ നമുക്കൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റോറേജ് പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യത്തെ തന്നെ നമ്മൾ ചെയ്യേണ്ടി പറഞ്ഞാൽ ടെർമക്സിൻ്റെ സെറ്റിങ്സ് പോവുക. അതായത് ആപ്പ് ഇൻഫോയിൽ ചെന്നിട്ട് അവിടെ ആപ്പ് പെർമിഷൻ എന്നൊരു സെക്ഷൻ കാണാം. അതിൽ ചെന്നിട്ട് സ്റ്റോറേജ് പെർമിഷൻ എനേബിൾ ചെയ്യുക. ഇതുപോലെ എനേബിൾ ആയിരിക്കണം. അതിനുശേഷം വീണ്ടും ടെർമക്സിലേക്ക് വരിക. നിങ്ങളിപ്പോൾ എനേബിൾ അല്ല, ഇപ്പോൾ പോകുമ്പോഴാണ് എനേബിൾ ചെയ്തതെങ്കിൽ ഇത് വീണ്ടും പുതിയൊരു ഫ്രഷ് ആയിട്ട് ഹോമിലേക്കാണ് വരിക. അപ്പോൾ വീണ്ടും ഫിഷ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തിയാൽ എന്താ നമുക്കിതേ പൊസിഷൻ ലഭിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒന്നുകൂടി പെർമിഷന് വേണ്ടി termux സെറ്റപ്പ് സ്റ്റോറേജ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യണം. ഈ കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ വൈ എന്ന് കൊടുക്കുക. മിക്കവാറും നിങ്ങളിൽ ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ,
അതിനുശേഷം നമ്മൾ LS എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ സ്റ്റോറേജ് പറഞ്ഞൊരു ഡയറക്ടറി നമുക്കവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് സ്റ്റോറേജ് എന്ന ഡയറക്ടറിയിലേക്ക് പോകണം. അതിനു വേണ്ടി CD സ്പേസ് സ്റ്റോറേജ് എന്ന് കമാൻഡ് നൽകിയതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം LS എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കതിലുള്ള എല്ലാ ഫോൾഡേഴ്സും കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്ന mp3 ഫോൾഡർ mp3 ഫയൽ ഏത് ഫോൾഡറിലാണ് ഉള്ളത് ആ ഫോൾഡറിലേക്ക് നമ്മൾ കടക്കണം. അതിനു വേണ്ടി CD സ്പേസ് ഏത് ഫോൾഡറാണോ അതിലേക്ക് പോവുക. എൻ്റേത് ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിൽ ഉള്ളത് കൊണ്ടാണ് ഡൗൺലോഡ്സ് എന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ തെറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലൂ കളറിൽ കാണിക്കില്ല. അപ്പോൾ ഞാനൊന്ന് തെറ്റിച്ചടിച്ചപ്പോൾ റെഡ് കളറിലാണുള്ളത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം എൻ്റർ അമർത്തുക. എൻ്റർ അമർത്തിയാൽ നമ്മൾ ആ ഡയറക്ടറിയിലേക്ക് എത്തും. എന്നിട്ട് LS എന്ന് ടൈപ്പ് ചെയ്താൽ അതിലുള്ള എല്ലാ ഫയൽസും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത് ncs.mp3 പറഞ്ഞ ഈ ഫയലാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏതാണോ mp3 ഫയൽ അതൊന്ന് അതിൻ്റെ നെയിം കോപ്പി ചെയ്യുക. അതിനുശേഷം MPV സ്പേസ് ആ സോങ്ങിൻ്റെ ആ mp3 ഫയലിൻ്റെ നെയിം അവിടെ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. Just turn around and leave me. The tear in my eye drops on the floor alongside my speed. My knees are drenching in the blood I spill just to get in. When I look around me, everything I had Ctrl+C എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ സോങ് പ്ലേ ചെയ്യുന്നതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഫോൾഡറിലോ ഏറ്റവും mp3 ഫയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഡയറക്ടറിയിലേക്ക് നമ്മൾ പോവുക. അതിനുശേഷം MVP സ്പേസ് ആ സോങ്ങിൻ്റെ നെയിം കറക്റ്റായിട്ട് .mp3 പറഞ്ഞ ഫോർമാറ്റിൽ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിച്ചാൽ അതും പ്ലേ ചെയ്യുന്നതായിരിക്കും.